നിങ്ങൾ കഴിക്കുന്ന ഓരോ നേരത്തെയും ഭക്ഷണത്തിന് പിന്നിൽ ഒരു കാവലാളുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു വിചാരിക്കും? ഒരുപക്ഷേ നമ്മളിൽ പലരും ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, എന്നാൽ നമ്മുടെ ഓരോ ദിവസവും സുരക്ഷിതമാക്കുന്ന ചില ഹീറോകളുണ്ട്. ഇന്ന് നമ്മൾ അവരെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് 2026-ലെ ഈ വലിയ ആശയം? സംഭവം വളരെ ലളിതമാണ്, പക്ഷേ അത്രയും തന്നെ ശക്തവുമാണ്. നമ്മുടെ ഭക്ഷണത്തളികൾക്ക് കാവലാളുകളുണ്ട്. ലോക വെറ്ററിനറി ദിനം ഇത്തവണ സംസാരിക്കുന്നതും ഈ ആശയത്തെക്കുറിച്ചാണ്. വേൾഡ് വെറ്ററിനറി അസോസിയേഷൻ ഇപ്പോഴിത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2026 ഏപ്രിൽ 25 വരുന്ന ഈ പ്രമേയം അതൊരു വെറും മുദ്രാവാക്യമല്ല കേട്ടോ. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഈ നിശബ്ദരായ നായകന്മാരിലേക്ക് തിരിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ്. ഈ വിഷയത്തിലൂടെ നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോകാൻ പോകുകയാണ്. ആദ്യം നമ്മൾ നേരിടുന്ന യഥാർത്ഥ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. പിന്നെ ആരാണ് ഈ കാവലാളുകൾ എന്ന് പരിചയപ്പെടും. അവരുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. അതിന്റെ പിന്നിലെ വലിയ തത്വം എന്താണെന്ന് ചർച്ച ചെയ്യും. അവസാനം നമുക്കവരെ എങ്ങനെ പിന്തുണയ്ക്കാം എന്നും നോക്കും. അല്ല, സത്യത്തിൽ എന്തിനാണ് നമുക്ക് ഈ കാവലാളുകളുടെ ആവശ്യം? നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത എന്തൊക്കെ യുദ്ധങ്ങളാണ് തിരക്ക് പിന്നിൽ നടക്കുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെ ഈ കാവലാളുകൾ നേരിടുന്നത് ചെറിയ വെല്ലുവിളികളൊന്നുമല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് പുതിയ പുതിയ രോഗങ്ങൾ വരുന്നു, മറുവശത്ത് കാലാവസ്ഥ ആകെ മാറിമറിയുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെയൊക്കെ പ്രതിരോധിക്കുന്ന സൂപ്പർ ബഗ്ഗുകൾ പെരുകുന്നു. അതിൻ്റെ കൂടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയും. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് നേരെ വരുന്ന ഒരു വലിയ കൊടുങ്കാറ്റാണത്. ഈയൊരു സംഖ്യ, ഇത് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. 75%. എന്താണ് ഈ 75% എന്നല്ലേ? നമ്മളെ ഞെട്ടിക്കുന്നൊരു കണക്കാണിത്. പുതുതായി വരുന്ന പകർച്ചവ്യാധികളില്ലേ, അതിൽ 4/3 വരുന്നത് മൃഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇത് മൃഗങ്ങളുടെ മാത്രം പ്രശ്നമല്ല, അല്ലേ? ഇത് നമ്മുടെ എല്ലാം ആരോഗ്യത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ ഭീഷണികൾക്കെതിരെ ആരാണ് മുന്നിൽ നിന്ന് പോരാടുന്നത്? നമുക്ക് വളരെ പരിചിതമാണെന്ന് നമ്മൾ കരുതുന്ന ഒരു പ്രൊഫഷനെ ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ സമയമായി. നമ്മുടെ കാവലാളുകളെ നമുക്കൊന്ന് അടുത്തറിയാം. അപ്പോൾ ഇതാണ് ഔദ്യോഗിക പ്രമേയം. വെറ്ററിനറി ഡോക്ടർമാർ, ഭക്ഷണത്തിന്റെയും ആരോഗ്യത്തിന്റെയും കാവലാളുകൾ. ഇതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അവരെ വെറും മൃഗഡോക്ടർമാരായി മാത്രം കാണരുത്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ഒരു നെടുന്തൂണായി തന്നെ ലോകം തിരിച്ചറിയണം. ഈ ഒരൊറ്റ വാചകമാണ് ഈ ക്യാമ്പയിന്റെ എല്ലാം ഹൃദയം. നിങ്ങൾ കഴിക്കുന്ന ഓരോ സുരക്ഷിതമായ ഭക്ഷണത്തിനു പിന്നിൽ ഒരു കാവലാളുണ്ട്. അടുത്ത തവണ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇതൊന്ന് ഓർത്തു നോക്കണം. ഇതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട, ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. വെറ്ററിനറി ഡോക്ടർമാർ നമ്മുടെ പട്ടിയെയും പൂച്ചയെയും മാത്രമല്ല ചികിത്സിക്കുന്നത്, അവർ ഒരു രാജ്യത്തെ തന്നെയാണ് സംരക്ഷിക്കുന്നത്. നമ്മുടെ ഭക്ഷ്യശൃംഖലയുടെ മുൻനിര പ്രതിരോധ ഭടന്മാരാണവർ. ശരി, ഈ കാവലാളികൾ നമ്മളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അതെങ്ങനെയാണ്? നമുക്ക് ഫാമിൽ നിന്ന് തുടങ്ങി നമ്മുടെ തീന്മേശ വരെയുള്ള ആ യാത്രയിലൊന്ന് അവരെ പിന്തുടർന്നു നോക്കാം. ദൗത്യം തുടങ്ങുന്നത് ഫാമിൽ നിന്നാണ്. രോഗം അതിന്റെ ഉറവിടത്തിൽ വെച്ച് തന്നെ തടയുന്നു. പിന്നെ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ എവിടെയെങ്കിലും ഒരു ഭീഷണി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നു. ശേഷം ഭക്ഷണം പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി കൺട്രോളറെ പോലെ എല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്നു. പോരാത്തതിന് സൂപ്പർ ബഗ്ഗുകൾക്കെതിരായ യുദ്ധത്തിൽ നമ്മുടെ സൈന്യാധിപന്മാരും അവരാണ്. ഓരോ ഘട്ടവും എത്ര നിർണായകമാണെന്ന് നോക്കൂ. ഈ സമ്പൂർണമായ കഥയാണ് ഞാനൊരു കാവലാളാണ് എന്ന ക്യാമ്പയിനിലൂടെ ലോകം അറിയാൻ പോകുന്നത്. ഓരോ ദിവസവും അവർ ചെയ്യുന്ന ഈ യഥാർത്ഥ പ്രവർത്തനങ്ങൾക്ക് ഒരു മുഖവും ശബ്ദവും നൽകുക, അതാണ് ഈ ക്യാമ്പയിനിന്റെ ലക്ഷ്യം. ഓക്കെ, ഈ കാവലാളുകളുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതിന്റെ എല്ലാം പിന്നിലുള്ള വലിയ തത്വശാസ്ത്രം എന്താണ്? ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ പ്രധാന ഘടകമേതാണ്? അതിനെയാണ് നമ്മൾ ഏകാരോഗ്യം എന്നു പറയുന്നത്. അതായത് മൃഗങ്ങളുടെ ആരോഗ്യം, മനുഷ്യന്റെ ആരോഗ്യം, പിന്നെ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ ആരോഗ്യം. ഇത് മൂന്നല്ല, ഒന്നാണ്. ഒന്ന് ആരോഗ്യത്തോടെയില്ലാതെ മറ്റുള്ളവർക്ക് നിലനിൽപ്പില്ല. വളരെ ശക്തമായ ഒരു ആശയമാണത്. സത്യത്തിൽ വെറ്ററിനറി ഡോക്ടർമാരാണ് ഈ ഏകാരോഗ്യം എന്ന ആശയത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണം. അവരാണ് ഈ 3 ലോകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. അതുതന്നെയാണ് അവരെ ആഗോള ആരോഗ്യ സുരക്ഷയുടെ ഒരു ആണിക്കല്ലാക്കി മാറ്റുന്നതും. ഇതെല്ലാം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ശരിയാണ്, ഈ കാവലാളുകൾ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് നമ്മൾ അവരെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? ലോക വെറ്ററിനറി ദിനത്തിൽ വേൾഡ് വെറ്ററിനറി അസോസിയേഷൻ ലോകമെമ്പാടുമുള്ള നയരൂപകർത്താക്കളോട് നേരിട്ടൊരൊറ്റ കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ: നമ്മുടെ കാവലാളുകളെ അംഗീകരിക്കുക, അവരെ ശക്തിപ്പെടുത്താൻ മുന്നോട്ട് വരിക. ഇതൊരു വെറും അപേക്ഷകളുടെ ലിസ്റ്റല്ല, മറിച്ച് നമ്മുടെ കാവലാളുകളെ ശക്തിപ്പെടുത്താനുള്ള ഒരു കൃത്യമായ പ്രവർത്തന രേഖയാണ്.
ഓരോ രാജ്യത്തെയും വെറ്ററിനറി സേവനങ്ങൾ മെച്ചപ്പെടുത്തണം. രോഗങ്ങൾ കണ്ടെത്താനുള്ള നിരീക്ഷണ സംവിധാനങ്ങളിൽ കൂടുതൽ പണം മുടക്കണം. മരുന്നുകളുടെ ഉപയോഗം ബുദ്ധിപരമായി നിയന്ത്രിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായി ആരോഗ്യപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികളിൽ അവർക്കും ഒരിടം കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ചിന്തയോടെ നിർത്തുകയാണ്. നമ്മുടെ കാവലാളുകൾ ഓരോ ദിവസവും നമുക്കായി മുൻനിരയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരെയും സുരക്ഷിതരാക്കാൻ അവർക്കാവശ്യമായ പിന്തുണയും അംഗീകാരവും ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ നൽകുന്നുണ്ടോ? Like, share, and subscribe.